ഹായ്, AR വോയിസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 11. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. പൊഖ്റാനിൽ 2ാം അണുബോംബ്. 3ാം ലോക രാജ്യങ്ങളിൽ ആദ്യം ആണവ പരീക്ഷണം നടത്തിയ രാജ്യമെന്ന 1974 പാരമ്പര്യത്തിൻ്റെ പിന്തുടർച്ചയായി 1998 നടത്തിയ ഇന്ത്യയുടെ 2ാം ആണവ പരീക്ഷണമായ പൊഖ്റാൻ സെക്കൻഡിന് 27 വയസ്സ്. മെയ് 11 കരസേനയുടെ പൊഖ്റാൻ ടെസ്റ്റ് റേഞ്ചിൽ 5 അണുബോംബ് പരീക്ഷണ സ്ഫോടനങ്ങളാണ് നടത്തിയിരുന്നത്. ഫ്യൂഷനും ഫിഷനും. ഇന്ത്യയുടെ ആണവായുധ ശേഷി ലോകത്തിനു മുന്നിൽ പ്രദർശിപ്പിച്ച 2ാം പൊഖ്റാനിലെ 5 പരീക്ഷണങ്ങളിൽ ആദ്യത്തേത് ഫ്യൂഷൻ ബോംബും ബാക്കി 4 ഫിഷൻ ബോംബുമായിരുന്നു. 12 കിലോ ടൺ പ്രഹരശേഷിയുള്ളതായിരുന്നു ആദ്യ പരീക്ഷണം. രണ്ടാമത്തേത് 43 കിലോ ടൺ ശേഷിയുള്ളതും. കലാമിൻ്റെ നേതൃത്വം. അന്നത്തെ DRDO ഡയറക്ടർ ജനറലും മുൻ രാഷ്ട്രപതിയുമായ APJ അബ്ദുൽ കലാമും ആണവോർജ കമ്മീഷൻ ചെയർമാനായിരുന്ന ഡോക്ടർ R ചിദംബരവുമായിരുന്നു പൊഖ്റാൻ സെക്കൻഡ് ആണവ പരീക്ഷണത്തിന് ചുക്കാൻ പിടിച്ചത്. രാജസ്ഥാനിലെ ജയ്സാൽമീർ മുനിസിപ്പാലിറ്റിയിൽപ്പെട്ട പ്രദേശമാണിത്. പൊഖ്റാൻ എന്ന വാക്കിൻ്റെ അർത്ഥം 5 മരീചികകളുള്ള സ്ഥലം എന്നാണ്. മെയ് 11 ദേശീയ സാങ്കേതിക വിദ്യ ദിനം. ഇന്ദിരാഗാന്ധി സർക്കാർ 1974 മെയ്യിൽ സ്മൈലിംഗ് ബുദ്ധ എന്ന കോഡ് നാമത്തിൽ ആദ്യ പരീക്ഷണം നടത്തി. ശേഷം വാജ്പേയി സർക്കാർ നടത്തിയ പൊഖ്റാൻ സെക്കൻഡിന് ഓപ്പറേഷൻ ശക്തി എന്നായിരുന്നു പേരിട്ടത്. പൊഖ്റാൻ സെക്കൻഡ് ദിനമായ മെയ് 11 ദേശീയ സാങ്കേതിക വിദ്യ ദിനമായും ആചരിക്കുന്നു. പൊഖ്റാന്റെ പാരമ്പര്യം. 2ാം ലോക യുദ്ധകാലത്താണ് ഇന്ത്യയുടെ ആണവ മിസൈൽ പദ്ധതി ആരംഭിക്കുന്നത്. ഹോമി ജെ ഭാഭയുടെ നേതൃത്വത്തിൽ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് സ്ഥാപിച്ചു. 1974 ആദ്യ ആണവ പരീക്ഷണമായ സ്മൈലിംഗ് ബുദ്ധ ഇറക്കുമതി ചെയ്ത സാങ്കേതിക വിദ്യയെ ആശ്രയിച്ചായിരുന്നു. ഇന്ന് ആണവായുധം കൈവശമുള്ള 6 ലോക രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. ഓപ്പറേഷൻ സ്മൈലിംഗ് ബുദ്ധ. ഇന്ത്യ നടത്തിയ ആദ്യത്തെ ആണവ പരീക്ഷണത്തിൻ്റെ പൊതുവെ അറിയപ്പെടുന്ന കോഡ് നാമമാണ് ബുദ്ധൻ ചിരിക്കുന്നു അഥവാ ഓപ്പറേഷൻ സ്മൈലിംഗ് ബുദ്ധ. 1974 മെയ് 18 രാവിലെ ഇന്ത്യൻ പ്രാമാണിക സമയം 8:05 പരീക്ഷണം. രാജസ്ഥാനിലെ ജയ്സാൽമീർ ജില്ലയിലെ പൊഖ്റാനിലെ ഇന്ത്യൻ ആർമി ബേസായ പൊഖ്റാൻ പരീക്ഷണ റേഞ്ചിലാണ് ഈ പരീക്ഷണം നടത്തിയത്. ഐക്യരാഷ്ട്രസഭയിലെ 5 സ്ഥിരാംഗങ്ങളല്ലാതെ വേറൊരു രാജ്യം അണുപരീക്ഷണം നടത്തുന്നത് നടാടെയായിരുന്നു. ബോംബിൻ്റെ പ്രഹരശേഷി 8 കിലോ ടൺ ആയിരുന്നു. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.